വേദികളിലെ ഉന്തും തള്ളും ഒഴിവാക്കുന്നതിന് വേണ്ടി സംഘടനാ പരിപാടികൾക്ക് വേണ്ടിയാണ് ഈ KPCCയുടെ പെരുമാറ്റച്ചട്ടം ഇപ്പോൾ വരുന്നത്. നിശ്ചയിക്കപ്പെട്ട ആളുകൾ മാത്രമേ വേദിയിൽ കയറാവൂ എന്നതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. കസേരകളുടെ എണ്ണമൊക്കെ കൃത്യമായി പരിമിതപ്പെടുത്തും. പാർട്ടി വേദികളിൽ സാമൂഹിക നീതിയും ലിംഗനീതിയും ഉറപ്പാക്കണമെന്നും KPCC നിർദ്ദേശിച്ചിട്ടുണ്ട്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി. അമൽ, കഴിഞ്ഞ ദിവസം കോഴിക്കോട് DCCയിൽ നടന്നൊരു പരിപാടിയിൽ ഈ പ്രോട്ടോകോൾ നടപ്പാക്കാനുള്ള ഒരു പരീക്ഷണം നടത്തിയിരുന്നു. അത് പക്ഷേ വിജയവുമായിരുന്നു. അവിടെ പേരെഴുതിയ കസേരകൾ, അതിന് മുൻപ് നടന്ന പരിപാടിയിലെ ഇടി, അത് വായിച്ചു നോക്കുമ്പോൾ ഈ പ്രോട്ടോകോൾ കൃത്യമായി പാലിച്ചുകൊണ്ട് അച്ചടക്കത്തോടുകൂടി ആ പരിപാടി നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ പ്രോട്ടോകോൾ സംസ്ഥാനത്തിൻ്റെ എല്ലായിടത്തെയും എല്ലാ ഘടകങ്ങളുടെയും പരിപാടികൾക്ക് വേണ്ടി തയ്യാറാക്കി അന്തിമ രൂപം നൽകി കഴിഞ്ഞു. ഒരു പ്രോട്ടോകോൾ കോൺഗ്രസ് പുറത്തിറക്കിയിട്ടുണ്ട്. ആ പ്രോട്ടോകോൾ എത്രത്തോളം പ്രായോഗികമായി നടപ്പാകും എന്നുള്ള കാര്യമൊക്കെ കണ്ടറിയേണ്ടതുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ആൾക്കൂട്ടമാണല്ലോ കോൺഗ്രസ്. അപ്പോൾ സ്വാഭാവികമായും അതിൽ എല്ലാവരും പ്രധാനപ്പെട്ട നേതാക്കന്മാരാവാൻ മത്സരിക്കുന്നവരാണ്. അമൽ, തുടരാം. കേൾക്കാം. പരിപാടികളിലെ തിക്കും തിരക്കുമൊക്കെ വേഗത്തിൽ ഒരു സർക്കുലർ കൊണ്ട് ഒഴിവാക്കാൻ കഴിയുമോ? ഈ സർക്കുലർ കൊണ്ട് ഒഴിവാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഈ ആൾക്കൂട്ടം കൂടുമ്പോൾ കോൺഗ്രസ് ഉണ്ടാകുന്ന സ്വാഭാവികമായ തിക്കും തിരക്കുമൊക്കെ എല്ലായ്പ്പോഴും നമ്മൾ കാണുന്നതാണ്. ഇനി എന്തായാലും ഈ സർക്കുലർ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മൾ ഈ കോൺഗ്രസ് നേതാക്കൾ ഈ പരസ്യ പ്രസ്താവന നടത്തുമ്പോൾ അത് വിലക്കിക്കൊണ്ട് KPCCയുടെയും AICCയുടെയും ഒക്കെ ഉത്തരവ് വരാറുണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാകാറുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കാണുന്നതാണ്. കോൺഗ്രസ് നേതാക്കൾ അവരുടെ പ്രതികരണങ്ങളൊക്കെ തുറന്നു പറയുന്നു. അത് പാർട്ടി വേദികളിലും അല്ലാതെയും ഒക്കെ പറയുന്നത് പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. ഈ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. വേദിയിൽ കസേരകളുടെ എണ്ണം കൃത്യമായി പരിമിതപ്പെടുത്തണം. തിക്കും തിരക്കും ഉണ്ടാക്കരുത്. ഒരു ചടങ്ങ് നാട്ടുകാർക്ക് കളിയാക്കാൻ പരുവത്തിനുള്ള ദൃശ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ളതാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി M. ലിജു പുറത്തിറക്കിയിരിക്കുന്ന ഈ സർക്കുലറിൽ പറയുന്നത്. ലിജു നല്ലൊരു സംഘാടകനാണ്. അത് കൃത്യമായി തന്നെ ഈ സർക്കുലറിൽ നമുക്ക് വായിക്കുമ്പോൾ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. ജാഥകളിലും മറ്റും നേതാക്കൾ ഒരുപോലെ അച്ചടക്കം പാലിക്കണം. ബാനർ പിടിക്കാൻ 2 പേർ മാത്രം മതി. ആ ബാനറിന് പിന്നിലായിരിക്കണം മുഴുവൻ പേർ നടക്കേണ്ടത്. ജാഥ നയിക്കുന്നയാൾ മാത്രം മുന്നിലുണ്ടാകണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. സെൽഫി എടുക്കാനോ അല്ലെങ്കിൽ ഇത് നിയന്ത്രിക്കാനോ ഒക്കെയായി എല്ലാവരും സംഘാടകരായി മാറേണ്ടതില്ല എന്നുള്ള കാര്യം സർക്കുലറിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജാഥകളിലും പ്രതിഷേധ പ്രകടനങ്ങളിലേക്ക് വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ കോൺഗ്രസിന്റെ സംസ്കാരത്തിന് അനുയോജ്യമാകുന്ന വിധത്തിലാകണം എന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശം. പ്രധാന നേതാക്കൾ ദൃശ്യമാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ ചുമതലപ്പെടുത്തുന്ന നേതാക്കളല്ലാതെ മറ്റുള്ളവർ പുറകിൽ തിക്കിത്തിരക്കി നിന്ന് ബഹളം ഉണ്ടാക്കരുത് എന്ന് പറയുന്നു. അതിൻ്റെയൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകളാണ് മാധ്യമപ്രവർത്തകർ. കാരണം നമുക്ക് മൈക്ക് പിടിച്ച് സൈഡിൽ നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇവരുടെ പ്രതികരണം എടുക്കുമ്പോൾ. ഭീകരമായ ഇടിയുണ്ടാകും. എന്നാൽ ഇപ്പോൾ K. സുധാകരൻ KPCC ഓഫീസിലേക്ക് കയറി വരുമ്പോൾ ഒരു പ്രതികരണം എടുക്കണമെങ്കിൽ നമ്മൾ മാധ്യമങ്ങൾ തന്നെ ദൃശ്യമാധ്യമങ്ങളുടെ എണ്ണം പരിശോധിച്ചാൽ തന്നെ 10-15 മാധ്യമങ്ങൾ ചാനലുകളായി ഓൺ എയർ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ചാനലുകളുണ്ട്. പോരാതെ യൂട്യൂബ് ചാനലുകളുണ്ട്. മാത്രമല്ല ഈ നേതാക്കന്മാരുടെ സ്വന്തം ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ലൈവ് കൊടുക്കാനായി എത്തുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ആളുകൾക്കും പുറമെ ഇടിയോടിടിയാണ്. നിറയെ നേതാക്കന്മാരാണ്. അതിൽ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. തൊട്ട് പിന്നിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഈ വിഷ്വലിൽ ഉൾപ്പെടണം എന്ന് കരുതി ആ പറയുന്ന TV-യുടെ സ്ക്രീനിലൊന്ന് വരാൻ വേണ്ടിയുള്ള ഇടി നടക്കും. എന്നാൽ AK സെന്ററിലേക്ക് കയറി പോകുന്ന സമയത്ത് ഏറ്റവും ചെറിയ നേതാക്കന്മാർ മുതൽ ഏറ്റവും വലിയ നേതാക്കന്മാർ വരികയാണെങ്കിൽ അവരല്ലാതെ അവർക്കൊപ്പം മറ്റാരും ഉണ്ടാകാറില്ല. അവിടെ കിടന്ന് ഇടി ഉണ്ടാക്കാറില്ല. ആ ചടക്കം പാലിക്കപ്പെടാറുണ്ട്. അതൊരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ്. അതുകൊണ്ടാണ് ഇത്. പക്ഷേ കോൺഗ്രസിനെ കുറിച്ച് പറയാറുള്ളത് ഇത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമാണ്. എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാനുണ്ട് എന്നൊക്കെയാണ്. പക്ഷേ പലപ്പോഴും അത്രയും വലിയ സ്വാതന്ത്ര്യം ഒരു പാർട്ടി സംവിധാനത്തിനെ മോശമാക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ ഒരു പരിഹാസ കഥാപാത്രമാക്കി മാറ്റുന്നു. ദൃശ്യങ്ങൾ പ്രതിപക്ഷ നേതാവിന് പോലും നിൽക്കാൻ സ്ഥലമില്ലാതെ നേതാക്കളുടെ ഇടിയാണ്. ഇപ്പോൾ M. ലിജുവിന്റെ കാര്യം പറഞ്ഞു. M. ലിജു താരതമ്യേന ചെറുപ്പക്കാരനായ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെ എഫിഷ്യൻ്റായി പുതിയ കാലത്തെ സാഹചര്യമൊക്കെ മനസ്സിലാക്കി പുതിയ നിലയിൽ ഒരു നല്ല പ്രോട്ടോകോൾ കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ അത് വളരെ പോസിറ്റീവായ കാര്യമാണ്. അല്ല, അത് അമലിനും അറിയാമല്ലോ ഇത് എത്രത്തോളം പ്രാവർത്തികമാക്കുമെന്നാണ്. ഇപ്പോൾ രതീഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ കോഴിക്കോട് ഒരു ട്രയൽ റൺ നടന്നു കഴിഞ്ഞിരിക്കുന്നു. അത് വേണമെങ്കിൽ സക്സസ് എന്ന് പറയാം. പക്ഷേ ഇത് തുടരാൻ കഴിയുമോ? ഈ മുഖം വരാതെ എങ്ങനെ നേതാക്കൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ്. ട്രയൽ റൺ വിജയമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പല പദ്ധതികളും കോൺഗ്രസിൽ നടപ്പായിട്ടുണ്ട് എങ്കിൽ ഒരുപക്ഷെ വലിയ വിജയമായി മാറേണ്ട പല ആശയങ്ങളും അവതരിപ്പിക്കും. പക്ഷേ അത് പ്രായോഗികത്തിൽ നടപ്പാക്കി വരുമ്പോൾ എത്രത്തോളം വിജയത്തിലേക്ക് എത്തിക്കാൻ നേതാക്കൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ദിവിഷ് പറഞ്ഞതുപോലെ സമീപകാലത്ത് കണ്ട സംഘാടകരിൽ ഏറ്റവും മികച്ച ഒരു സംഘാടകനാണ് ഈ M. ലിജു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. K. സുധാകരൻ അനാരോഗ്യവുമായി മാറി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ K. സുധാകരൻ അസാന്നിധ്യത്തിലൊക്കെ സംഘടനയെ കൃത്യമായി തന്നെ ചലിപ്പിക്കാൻ അല്ലെങ്കിൽ
അതിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ എം ലിജുവിന് കഴിയുന്നുണ്ട്. ആ എം ലിജു വിശദമായി തന്നെ പഠിച്ച് കൃത്യമായി തന്നെ ഇത് ഒന്നോ രണ്ടോ നിർദ്ദേശങ്ങളല്ല, ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. അത് മുഴുവൻ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഒരുപാട് നിർദ്ദേശങ്ങൾ. അതിൽ വളരെ പ്രധാനമാണ് സാമൂഹ്യ നീതിയും ലിംഗനീതിയും ഒക്കെ ഉറപ്പാക്കുന്നുണ്ട്. പക്ഷേ ഇത് പ്രായോഗിക തലത്തിൽ നടപ്പാകുമോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. പല ഘട്ടങ്ങളിൽ നേതാക്കൾക്ക് തന്നെ, കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് തന്നെ വേദികളിലെയും മറ്റും അച്ചടക്കമില്ലായ്മ ചൂണ്ടിക്കാണിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിലവരുടെ നീരസം പ്രകടിപ്പിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കൃത്യമായ മാറ്റങ്ങളിലേക്ക് വഴിവെച്ചു എന്നതാണ്. ഈ KPCC ഇങ്ങനെ ഇത്തരത്തിൽ അച്ചടക്കം പാലിക്കാൻ നടത്തിയ ഒരു ശ്രമവും കാര്യമായി വിജയിച്ച ചരിത്രമൊന്നും ഇതുവരെ പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല.